കർക്കിടക മാസം അല്ലെങ്കിൽ മഴക്കാലത്ത് ദേഹരക്ഷയ്ക്കായിട്ട് തയ്യാറാക്കുന്ന ഒരു കൂട്ടാണ് ഇത്. സാധാരണ പ്രസവരക്ഷയായിട്ടും ഇത് തയ്യാറാക്കി കഴിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രസവിച്ച് കഴിഞ്ഞ സ്ത്രീകൾക്ക് മാത്രമല്ല, കുട്ടികൾക്കും ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ആടിൻ്റെ കക്കും കരളും വരട്ടിയതാണ്. അതായത് മട്ടൺ ലിവർ ഫ്രൈ ആണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു മരുന്ന് രൂപത്തിലാണ് തയ്യാറാക്കുന്നത്. അത് കൂടുതൽ അതിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഒരു അടി കട്ടിയുള്ള പാത്രം എടുക്കാം. ഉരുളി തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. വേറെ വലിയ ഉള്ളി ഒന്നും ചേർക്കരുത്. ചെറിയുള്ളി തന്നെ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് ചെറുതാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്ത് വരുന്ന ചെറിയുള്ളിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൽ കൂടുതലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. ഇതൊരു മരുന്ന് രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ഒരു പിടിയിലധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയുള്ളിയും കറിവേപ്പിലയും പറ്റുന്നത്ര കൂടുതലായിട്ട് എടുക്കുക. അത് രണ്ടുമാണ് ഇതിൽ കൂടുതലായിട്ട് വേണ്ടത്. ഇതിലേക്ക് വേണ്ട മസാല ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ തയ്യാറാക്കണം. മുന്നേ മസാലയൊന്നും പൊടിച്ച് വെച്ചത് എടുക്കാതിരിക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് എടുത്തിട്ടുണ്ട്. ഏതാണ്ട് 5 ടേബിൾ സ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം പച്ചമല്ലി ചേർത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വറ്റൽമുളകാണ്, 4 വറ്റൽമുളക് കൂടി ചേർത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ച ഉടനെ തന്നെ നമ്മളിത് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുകയും വേണം. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ തന്നെ ഇതുപോലെ പൊടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. മസാല നന്നായി മൂത്തതിന് ശേഷം അതിലേക്ക് 2 കിലോ ആട്ടിൻ്റെ കക്കും കരളാണ് ചേർത്തത്. പിന്നെ 1.5 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മഞ്ഞൾപ്പൊടി മാത്രമാണ് നമ്മളിതിൽ ചേർക്കുന്നത്. അല്ലാതെ മുളക് പൊടിയോ മറ്റ് പൊടികളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് ഇതിന് മിക്സ് ചെയ്തെടുക്കാം. പൊതുവേ മരുന്നുണ്ടാക്കുന്ന സമയത്ത് നമ്മളിതിൽ ഉപ്പൊന്നും ചേർക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഉപ്പില്ലാതെ കഴിക്കാൻ ഇവിടെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാത്രം കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് പൂർണ്ണമായിട്ടൊരു മരുന്നിൻ്റെ രൂപത്തിൽ തയ്യാറാക്കുന്നവരാണെങ്കിൽ ഇതിൽ ഉപ്പ് ചേർക്കണ്ട. ബാക്കിയെല്ലാം നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. അതിനുശേഷം മൂടി വെച്ച് നന്നായിട്ട് വേവിക്കുക. ഇതിലേക്ക് ആദ്യം തന്നെ വെള്ളം ഒഴിക്കരുത്. ഇനി ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് വേവ് കുറച്ചധികം ഉണ്ട്, വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. പൊതുവേ ഇത് ഒരുപാട് ലൂസാക്കി കറി പോലെയല്ല കഴിക്കുക. കുറച്ച് വറ്റിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഏത് ഫുഡിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. ചപ്പാത്തി, ചോറ്, പൊറോട്ട എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റിയതാണ്. ടേസ്റ്റിലാണെങ്കിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നല്ല ടേസ്റ്റിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. ഇതിൽ നമ്മൾ ചെറിയുള്ളി, കറിവേപ്പില, പിന്നെ അതുപോലെ തന്നെ കുരുമുളക്, ഇതാണ് കൂടുതലായിട്ടും ചേർക്കുന്നതെന്നുള്ളത് മാത്രം.
ഇത്രയും നമ്മുടെ പരിപാടിയുള്ളൂ. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വർഷത്തിലൊരിക്കൽ ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കുക. കർക്കിടകമൊന്നും മാത്രമല്ല, പിന്നെ കഴിയുന്നതും മഴക്കാലങ്ങളിലാണ് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുള്ളത്. കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് മഴക്കാലത്തൊക്കെ കഴിക്കുന്നതാണ് വളരെ നല്ലത് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിതുപോലത്തെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.